ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇതാ ഞാൻ ഷുട്ടുപ്പൊക്കെ എണീച്ചു. ഇന്ന് നമ്മൾ തിരിച്ച് മുക്കാലിലേക്ക് പോവും. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ നമ്മളൊരു ആത്തനം വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് ഫ്രഷപ്പ് ഒക്കെ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ ഷുട്ടു അവനെ കാണുന്നുണ്ട്. ഷുട്ടു അവർ രാവിലെ തന്നെ എബിച്ചിരി ഉണ്ടപ്പം അമ്മ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അമ്മ എടുക്കുന്നുണ്ട്. ബ്രഷ് ചെയ്യാ പോയിട്ട് നമുക്ക് രാവിലെ തന്നെ ഒരാൾ എണീച്ച് ABCD എല്ലാം പൊറുക്കിയിട്ട് ഇപ്പൊ ഒരു ബ്രഷ് ചെയ്യാം നമുക്ക്. അമ്മമ്മ എന്തെല്ലോ ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഓംപൊടിയൊക്കെ ഇട്ടൊന്ന് എന്താ പറയുക അലങ്കരിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ അകത്ത് വെച്ച് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം പകുതി റെഡി ആയിട്ടുണ്ട്. ഇത് സാമ്പാർ, പിന്നെ ഇത് നമ്മളെ ഇഞ്ചിക്കറി, ഇത് ഇന്നലെ രാത്രി ആക്കിയിട്ടായിരുന്നു നാരങ്ങക്കറി. നമ്മൾ മാതള നാരങ്ങയില്ലേ അതിൻ്റെ നല്ല അടിപൊളി ഇഞ്ചിപ്പുളി പോലത്തെ ഒരു കറി, ഭയങ്കര ടേസ്റ്റായിരുന്നു, സൂപ്പർ. അപ്പോൾ ഇതൊക്കെയാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഫിഷ് കറി ആക്കണം, ചിക്കൻ കറി ആക്കണം, പായസം വെക്കണം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. ഞാൻ ചിക്കൻ കറി വെക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ അടുത്ത്. അപ്പോൾ അത് ഞാൻ വരുമ്പോഴേക്കും ആക്ച്വലി അമ്മ കുറേ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ സാമ്പാറും ഇഞ്ചിക്കറിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ എനിക്ക് ചില്ലറ പണി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരെ പിന്നെ അടുക്കളയിലേക്ക് കയറി. ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ കയറി രണ്ടാളും അതും ഇതും പറഞ്ഞുകൊണ്ട് നിന്നിട്ടാണ് നമ്മളെപ്പോഴും കുക്ക് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമ്മൾ അടിയുണ്ടാവും, നമ്മൾ പിടിയുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ചിക്കൻ കറിയും പായസവും ഒക്കെയാണ് ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ നോർമലൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. കാരണം നമുക്ക് കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറയുന്നത് അത്ര വലിയ സീനുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ നോർമലായിട്ടുള്ളൊരു സാധാരണ ഒരു പാവൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്ന് കുറേ നല്ലപോലെ വരട്ടാൻ പറ്റില്ല, നമുക്കിങ്ങനെ ഇലയിലൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കറി മിക്സപ്പ് ആക്കിയിട്ട് വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഓൾറെഡി ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ പരിപാടിയിലാണ്. നമ്മൾ സാധാരണ എപ്പോഴും തറവാട്ടിൽ വെക്കാറുണ്ട്, നമ്മൾ എന്താ പറയുക ആത്ത് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെല്ലാവരും സ്വന്തം വീട്ടിൽ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളൊരു റിലേറ്റീവ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തറവാട്ടിലേക്കായിട്ടുള്ള ഒരു പരിപാടിയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ പുറത്ത് നമ്മളെ തറവാട് വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷുട്ടുവിനെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം നമ്മളെ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ അവൾക്ക് വലിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആളെ ചെറുതായിട്ടൊന്ന് സൈഡാക്കി. അപ്പോൾ ഇപ്പം അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഹെൽത്തൊക്കെ ഓക്കെ ആയി, ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് മാത്രമേ എല്ലാ എമൗണ്ടും നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പോവും, അപ്പോൾ പിന്നെ ബാക്കി കറിയൊക്കെ പിന്നെ കൂടുതലും ബാക്കിയായിരിക്കും. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ആൻഡ് അച്ഛനാണെങ്കിൽ ഈ ചിക്കനും മീനും ഒന്നും കഴിക്കുകയില്ല. അപ്പോൾ അമ്മ മാത്രം മൊത്തം കൂട്ടി തീർക്കേണ്ടതുകൊണ്ട് എല്ലാം വളരെ കുറച്ച് മാത്രമേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ. ആൻഡ് ഞാൻ പൊതുവേ ഇങ്ങനെ കുറേ മീനുണ്ടെങ്കിൽ മീൻ കറി മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് നോർമൽ കറി അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. അല്ലാണ്ട് ഈ സാമ്പാർ പിന്നെ മീൻ കറി ചിക്കൻ ഇതൊന്നും ആക്ച്വലി ഞാൻ എപ്പോഴും അങ്ങനെ ഒന്നിച്ച് മിക്സപ്പ് ചെയ്ത് കഴിക്കാറില്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി രാവിലെ തന്നെ. അപ്പോൾ പിന്നെ എന്തായാലും ഉച്ചക്ക് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ആക്ച്വലി ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിലിട്ടൊന്ന് പൊട്ടി വരുമ്പം നമ്മളെ നോർമൽ ഉള്ളി നല്ലപോലെ സ്ലൈസ് ചെയ്തത്, പിന്നെ ഇതാ ബേ ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി മൊരിഞ്ഞ് വരുമ്പം ഞാൻ സാധാരണ പോലെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും സംഭവങ്ങളൊക്കെ ഇടും, പിന്നെ തക്കാളി ഇടും. അങ്ങനെയുള്ള വളരെ ഒരു പാവം സാധാരണ ഒരു ചിക്കൻ കറിയാണ്. അമ്മ കുറേ ഉപ്പിട്ടിനായില്ലേ?
അങ്ങനെ ഇത് നമ്മളെ എന്താ പറയുക ഉള്ളിയും പിന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ലാസ്റ്റ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി ഞാൻ ഇപ്രാവശ്യം കുറച്ചും കൂടി നല്ലപോലെ ചെറുതായി അരിഞ്ഞിടരുത്. പിന്നെ നമുക്ക് കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നോർമലി കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കിയിട്ടുള്ള മിക്സി ഉണ്ടല്ലോ, അതിനകത്ത് ഇച്ചിരി വെള്ളമാക്കിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ തക്കാളി നല്ല പോലെ വെന്ത് സെറ്റായി വരണം. അതിന് ശേഷം മാത്രമാണ് എന്താ പറയുക ചിക്കൻ ഇടുക. അതെല്ലാം നിങ്ങൾ മൊത്തമായിട്ടെല്ലാം ഒന്നിച്ച് എന്താ പറയുക മിക്സ് ചെയ്ത് ഇട്ടിട്ട് കുക്ക് ചെയ്താലും നല്ല ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ മീൻ വയൽ നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആകുന്നുണ്ട്. നമുക്ക് കുട്ടിയിലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മഴയായതുകൊണ്ട് ഭയങ്കര മീൻ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച പോലെ നല്ല മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയ അയിലായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അമ്മ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചിക്കൻ കറി ഇനിയിപ്പോൾ ഒന്ന് തിളച്ചൊക്കെ വന്ന് ശരിയാകുമ്പോൾ ഒന്ന് റെഡിയാകും. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് നമുക്ക് ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള കറികളുടെ ലാസ്റ്റ് നമ്മൾ ഉപ്പേരിയാണ്, കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആക്ച്വലി പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുറേ നാളായി കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ട്. കാരണം വേറൊന്നുമില്ല, ഇവിടെ ആർക്കും അങ്ങനെ കഴിച്ചുകൂടെ കാബേജ് ഉപ്പേരി. എനിക്ക് ആദ്യം ഈ സദ്യയിലുള്ള നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കാബേജ് ഉപ്പേരി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ഇഷ്ടം പോലെ കഴിക്കുന്ന ഒരാളായിരുന്നു. ഈ കല്യാണത്തിനൊക്കെ പോയാൽ എനിക്കത് എന്തോ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. പക്ഷേ ഞാൻ ഇന്ന് തൊട്ട് തൈറോയിഡ് കണ്ടുപിടിച്ച് തൈറോയിഡിന് ഡോക്ടർ കേബേജ് ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ സാധനം എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ കുറേ നാളായതുകൊണ്ട് ഇന്ന് ആക്ച്വലി കഴിക്കണം തോന്നി എനിക്ക്. കാരണം എനിക്കിഷ്ടമാണ്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷെ അത് കഴിക്കുന്ന അത്ര നല്ലയില്ല എന്നറിയാം. ബട്ട് സ്റ്റിൽ എന്നാലും ഇന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു ഞാൻ. എനിക്ക് കഴിച്ചുകൂടാത്തതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ സാധനം ഇവിടെ വാങ്ങലുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ വെക്കും, ഇലയിൽ വെക്കാൻ എപ്പോഴും കേബേജ് എന്തോ ഒരു രസമാണല്ലോ കാണാൻ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചതാണ്. പിന്നെ പൊതുവേ ഈ സംഭവം ഇവിടെ വാങ്ങിക്കാറേ ഇല്ല, ഇഷ്ടമല്ല ആർക്കും. അത്ര ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, കഴിക്കുന്നതും അത്ര ഹെൽത്തി അല്ല എന്നുള്ളതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പം ഞാൻ അതൊക്കെ അരിഞ്ഞ് ഇനി ഉപ്പേരിയും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുകി വറ്റി വരണം. ഇനി നമുക്ക് വേറെ പൊടികളായിട്ടും ചേർക്കാനുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ആയിരുന്നു. അതെല്ലാം കൂടെ ഒന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ ഓൾമോസ്റ്റ് റെഡിയാണ്. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ കറി റെഡി ആകുമ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാനൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് നോർമൽ എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഓൾറെഡി അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട്. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാത്രം മതിയാവുമോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നെല്ലാം ഇട്ട് കഴിഞ്ഞൊന്ന് ഇളക്കിയെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പം ഇതിൽ പെർഫെക്റ്റ് ആയിരുന്നു. അധികവും ഇല്ല കുറവും ഇല്ല, ആവശ്യത്തിനുള്ള നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രം മാറ്റേണ്ടി വരുമെന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞാൻ അമ്മ പറഞ്ഞു ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കുറച്ച് കൂടിപ്പോയി, ഭയങ്കര കളറായിപ്പോയി എന്ന്. ബട്ട് യാ ഇറ്റ്സ് ഓക്കെ.
അങ്ങനെ ഇതാ നമ്മുടെ ഇതെല്ലാം ശരിയാക്കി ഞാൻ മൂടി വെച്ച് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും അമ്മ പോയിട്ട് ചക്കയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോർ ചക്കപ്പായസം. ചക്കപ്പായസമാണ് നമ്മളെ നാട്ടിലെപ്പോഴും ഈ അകത്ത് വെച്ച് കൊടുക്കുന്നതിനുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പായസമായിട്ട് പ്രഥമനും പിന്നെ ചക്കപ്പായസം ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലിട്ട് എല്ലാം ഒന്ന് അടിച്ചെടുക്കുക ചെയ്യുക. അമ്മയും ഞാനും അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാ ഞാനിത് വോയിസ് ഓവർ ചെയ്ത് വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അമ്മ അതിലിടക്ക് നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ബെല്ലെല്ലാം ഉരുക്കി സെറ്റാക്കി വെക്കുന്ന ആടാ. പിന്നെ നമ്മൾ പ്രഥമന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വറക്കണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയിലായിരുന്നു. അപ്പോഴേക്കും ഞാൻ ചക്കപ്പായസത്തിനിടെ ചക്കയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു നല്ല മഴയുടെ എത്രമാത്രം ഇങ്ങനെ കേൾക്കും എന്നറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് പായസത്തിൻ്റെ പരിപാടിയാണ് ബാക്കിയുള്ളത്. ആൻഡ് ഓരോ സൈഡിലുണ്ടല്ലോ വെജിറ്റേറിയൻ മാത്രമേ വെക്കുള്ളൂ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് പായസം മാത്രമേ വെക്കുള്ളൂ, മധുരം മാത്രം. പക്ഷെ നമ്മളിങ്ങോട്ട് കണ്ണൂർ സൈഡിലെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം വെക്കും. മീൻസ് നമ്മളിപ്പോൾ ഓരോ ആൾക്കാർക്കാണല്ലോ വെക്കുക. അപ്പോൾ അവർക്ക് എന്തെല്ലാമാണോ ഇഷ്ടം അതെല്ലാം വെക്കും. ഇപ്പം നമ്മളെ മീൻകറി വെക്കും, ചിക്കൻ കറി വെക്കും, സാമ്പാർ വെക്കും, പിന്നെ എന്തെങ്കിലും ഉപ്പേരി, പപ്പടം, പച്ചടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കും. പിന്നെ കുറച്ച് രണ്ടെണ്ണം അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ സംഭവം വെക്കാറുണ്ട്. അപ്പോൾ ഓരോ സൈഡിലും ഓരോ മാതിരിയായിരിക്കുമല്ലോ. നമ്മൾ ഇങ്ങോട്ടൊക്കെല്ലാം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ സൈഡിലെല്ലാം ഇങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ പായസത്തിൻ്റെ പരിപാടിയാണുള്ളത്, അമ്മ അതിൻ്റെ പരിപാടിയിലുള്ളത്. അപ്പോൾ ഞാനും ഇനിയിപ്പോൾ പോയിട്ട് ഒന്നും കൂടെ സെറ്റാക്കി കൊടുക്കട്ടെ. ഞാനിത് നമ്മൾ പായസത്തിൻ്റെ പരിപ്പെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മളെ പായസത്തിന് വേണ്ട വെല്ലം ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അതിൻ്റെ ഇടയ്ക്ക് കുറേ പണിയുണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ മൊത്തം ഒരു ഹറി ബറി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നമ്മൾ ചക്കയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് മെസ്സപ്പാണ് സംഭവം. എൻ്റെ മോൾ ഇതവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഇത് നമ്മൾ ചക്ക റെഡിയായി. അത് ഉടയ്ക്കലാണ് മെയിൻ പരിപാടി. കാരണം എനിക്ക് കഷ്ണം കഷ്ണം കടിക്കുന്ന ചക്കപ്പായസം എനിക്ക് ഇഷ്ടമല്ല. ഫുള്ളായിട്ട് ഉടഞ്ഞ് ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അങ്ങനെ അതെല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അമ്മ അതിനകത്തേക്ക് നമ്മൾ വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു. അതിലിടയ്ക്ക് നമ്മൾ കുറച്ച് പച്ചരി അരച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അതെന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്കറിയില്ല. അത് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ. ആൻഡ് നമ്മളിത് നല്ലപോലെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വെല്ലമൊക്കെ ചേർത്ത് ഏലക്കായ് പൊടിയൊക്കെ ഇട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ പായസമാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടക്കിടക്ക് നമ്മളൊരു കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ് വേവിപ്പിച്ച് പായസപ്പരിപ്പ് വേവിപ്പിച്ച് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. അച്ഛൻ ഓരോ പരിപാടിയായിട്ട് എടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴയാണ്. പുറത്ത് ഭയങ്കര മഴയാണ്. നമ്മളെ തെക്കേ റൂമിൽ ഇങ്ങനെയാണ് വെക്കാറുള്ളത് എപ്പോഴും. നമ്മളിപ്പം ഗണപതി ഹോമമൊക്കെ നടത്തുമ്പോൾ ആ റൂമിൽ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. ഇത് ഫോർ കഞ്ഞിവെള്ളം ഫോർ ദം ആരാണെങ്കിലും. വായിൽ വെക്കാറ്. അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കി അവർ അരിയിട്ട് പ്രാർത്ഥിക്കായിരുന്നു. എല്ലാ ഇലയും വെച്ചു. നമ്മൾ ഒന്നുകിൽ 5 അല്ലെങ്കിൽ 7 അങ്ങനെയുള്ള ഒരു ടൈപ്പിലാണ് വെക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പൊതുവേ വെക്കാറുള്ളത്. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിക്കറും കുറച്ച് വെക്കാറുണ്ട്. ആക്ച്വലി ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ. ഓരോ ആൾക്കാർ പായസം മാത്രമേ വെക്കാറുള്ളൂ. ആൻഡ് അങ്ങനെ അപ്പോഴേക്ക് ഇതാ കുട്ടപ്പൻ എത്തിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സദ്യയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ ചക്കപ്പായസം, പിന്നെ ഞാൻ കുറച്ച് പ്രഥമനും നമ്മുടെ പപ്പടവും കൂട്ടി കഴിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എല്ലാ കറിയും കൂട്ടി ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് പായസം കുടിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. ഷുട്ടുദാൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ടാണ് നടക്കുന്നത്. ഞാൻ ഓൾറെഡി കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ഷുട്ടുവിന് ഇന്ന് ഉറക്കേ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചക്കത്തെ അവളുടെ ഉറക്കം കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇതാ അമ്മ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽത്തപ്പം റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളിനിയിപ്പം റെഡിയാവും, പോകണം, അത്രേ ഉള്ളൂ. ഫുള്ള് വണ്ടി പോകുന്നുണ്ട് ഇന്ന് കുറേ, അതിൻ്റെ സൗണ്ട് ഉണ്ട്. ഷുട്ടു ഓൾറെഡി കുളിയെല്ലാം കഴിഞ്ഞ്
അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്ന് തീരെ ഉറക്കില്ല ആൾക്ക്, എന്നാന്നറിയില്ല. ഇനിയിപ്പം പോവാൻ റെഡി ആവണം. കുട്ടപ്പം പോയിട്ട് കുളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോകുമ്പോൾ കാണാം. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ഷുട്ടുനെ ഞാൻ റെഡിയാക്കിയില്ല, കാരണം അച്ഛനടി ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പുറത്ത് പോയതുകൊണ്ട് അച്ഛൻ വരുമ്പോഴേക്കും അവളെ റെഡിയാക്കാമെന്ന് ചോദിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര അലമ്പായിരിക്കും. പിന്നെ അവൾ ഉറങ്ങാത്തതുകൊണ്ട് കുറച്ച് മാത്രം ചോറ് തിന്നില്ല നേരത്തെ, എന്തെങ്കിലുമൊക്കെ ഫുഡും കൊടുക്കണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ നോർമലായി റെഡി ചെയ്ത് നമ്മളൊരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഫുഡ് കഴിച്ച് വയറ് നല്ല ഫുള്ളാണ്. അതുകൊണ്ട് അങ്ങനെ അപ്പോഴേക്കും പിന്നെ അച്ഛൻ വന്നു. എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഷുട്ടു. ആൾക്ക് ഈ സോഫക്ക് തുണി വിരിച്ച് വെക്കുന്നത് ഇഷ്ടമേ ഇല്ല, എല്ലാം വലിച്ചാടികൾ. അപ്പോൾ ഇത് അച്ചാച്ചനോടും അമ്മമ്മേനോടെല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് ആൾ. എന്താ പറയുക, അവൾക്ക് ഒരു മിക്സഡ് ഇമോഷനാണ്. എപ്പോഴും നിൽക്കണമെന്നും ഉണ്ടാവും, പോകണമെന്നും ഉണ്ടാവും. അങ്ങനെ രണ്ടും കൂടി കലർന്ന ഒരു സംഭവമായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് എനിക്ക് തലശ്ശേരി 2-3 ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹൈവേ കയറാണ്ട് തലശ്ശേരി വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഷുട്ടൂപ്പി ഇരിക്കുന്നുണ്ട്. ഇനി അമ്മമ്മേനെ കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അവൾ വണ്ടി കയറി അപ്പം തന്നെ സൈഡ് ഹോകയ അപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എണീച്ചത് വീട്ടിലെത്തിയിട്ടാണ്. അങ്ങനെതാ നമ്മൾ പിന്നെ ഇറങ്ങി നേരെ എന്താ പറയുക, പിണറായി വഴി. ഇത് പിണറായിയുള്ള പുതിയ പാലാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അപ്പുറത്തെ നമ്മുടെ കടവിൻ്റെ സൈഡൊന്നും കാണാൻ പറ്റില്ല. എന്താ ചെയ്യുക, ഇറ്റ്സ് ഓക്കെ അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തലശ്ശേരി എത്തിയപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ പെപ്പർ പാലസിൽ പോയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയല്ല, കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ല മഴ. ആൻഡ് അവർ മുന്നിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫുൾ മീറ്റ് വിത്ത് ചീസ് ഷവർമാന്ന്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു ഷവർമ കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഷവർമയും കോഫിയും പറഞ്ഞു. നല്ല മഴയായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇതാ കുട്ടപ്പൻ ഇതാ കോഫിയും കാത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ കോഫി ആയിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അവരെ ഫുൾ മീറ്റ് വിത്ത് ചീസ് ഷവർമ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളതാണ് പെപ്പർ പാലസ്. നല്ല ടേസ്റ്റുള്ള കോഫിയും പിന്നെ നമ്മൾ ഷവർമയും കഴിച്ചു. ഷവർമ കഴിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഷുട്ടു കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുക്കാനിട്ടുണ്ടായിരുന്നത്. അവൾ നല്ല ഉറക്കമാണ്. ആക്ച്വലി വീട്ടിലെത്തിയപ്പോൾ മാത്രം ഷുട്ടു എണീച്ചേ. നല്ല ഉറക്കമായിരുന്നു. എന്താ അവൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ചു. ഇതാ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു. ഞാൻ കുറേ നാളായി ആക്ച്വലി ഷവർമയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ വിട്ടു. മാഹിയിൽ പോയി എണ്ണ അടിച്ചു. പിന്നെ നേരെ നമ്മൾ കാരി ഫ്രഷിൽ പോയിട്ട് എനിക്ക് ഷുട്ടുവിൻ്റെ വെറ്റ് ടിഷ്യൂ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പർച്ചേസ് ചെയ്തു. അവൾ ഇപ്പോഴാണ് എണീച്ചത്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. കുട്ടനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടച്ച ബൈ ബൈ, ഗുഡ് നൈറ്റ്.